നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ, കോട്ടയ്ക്കൽ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ഈ എപ്പിസോഡിൽ നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്നത് മലയാള ഭാഷയ്ക്ക് അക്ഷര വെളിച്ചം പകർന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മണ്ണിലേക്കാണ്. വാഗൺ ട്രാജഡിയുടെ ഒരിക്കലും മായാത്ത സ്മരണകൾ പേറുന്ന മണ്ണിലേക്ക്. സാഹിത്യത്തിനും സംസ്കാരത്തിനും വാണിജ്യത്തിനും ഒരുപോലെ ഇടമുള്ള മലപ്പുറം ജില്ലയിലെ തിരൂർ നിയോജക മണ്ഡലം. ഇവിടെ പാരമ്പര്യത്തിൻ്റെ കരുത്തും ആധുനികതയുടെ സാധ്യതകളും സമന്വയിപ്പിച്ച വികസനത്തിൻ്റെ പുതിയ അക്ഷരമാല എങ്ങനെയാണ് എഴുതപ്പെടുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ കാണാം. തിരൂർ മുനിസിപ്പാലിറ്റിയും വെട്ടം, തലക്കാട്, മംഗലം, തൃപ്പങ്ങോട്, പുറത്തൂർ, ചെറിയമുണ്ടം എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് തിരൂർ നിയോജക മണ്ഡലം രൂപപ്പെട്ടത്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഈറ്റില്ലം എന്ന സാംസ്കാരിക പ്രാധാന്യത്തിനപ്പുറം മലപ്പുറം ജില്ലയുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായും സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായും തിരൂർ വേറിട്ട് നിൽക്കുന്നു. ഭാരതപ്പുഴയുടെയും തിരൂർ പുഴയുടെയും സാമീപ്യവും വെട്ടം, പുറത്തൂർ, മംഗലം പഞ്ചായത്തുകളിലൂടെ നീണ്ടുകിടക്കുന്ന അറബിക്കടലിലെ തീരവും ഈ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു. ഇത്രയേറെ പ്രാധാന്യവും സാധ്യതകളുമുള്ള ഒരു മണ്ഡലത്തിൽ കാലത്തിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, വികസിച്ചു വരുന്ന നഗര സ്വഭാവം, തീരദേശ മേഖലയുടെ പ്രത്യേക ആവശ്യങ്ങൾ, കാർഷിക മേഖലയുടെ നിലനിൽപ്പ്, പുതിയ തൊഴിലവസരങ്ങളുടെ സൃഷ്ടി ഇവയെല്ലാം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഈ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന കിഫ്ബിയും തിരൂരിൻ്റെ സമഗ്ര പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസം, ഫിഷറീസ്, ആരോഗ്യം, ഗതാഗതം, നൈപുണ്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഈ നാടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് നിറം പകരുകയാണ്. മലയാളത്തിന് അക്ഷരജ്ഞാനം പകർന്ന മണ്ണിൽ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചതും ആധുനികവുമായ പഠനാന്തരീക്ഷം ഒരുക്കേണ്ടത് ഈ നാടിൻ്റെ കടമയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ നടപ്പിലാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ തിരൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്കും പുതിയ ഊർജം നൽകി. ഇത് കേവലം കെട്ടിടങ്ങൾ മൂടി പിടിപ്പിക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് പഠന നിലവാരവും സ്കൂൾ അന്തരീക്ഷവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സമഗ്ര സമീപനമായിരുന്നു. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തിരൂർ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾ ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ സർക്കാർ ഏജൻസികളാണ് ഈ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത്. ഇതിൻ്റെ ഫലമായി പഴയ ജീർണിച്ച ക്ലാസ് മുറികൾക്ക് പകരം വർണ്ണാഭമായ സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടങ്ങൾ വന്നു. പൊടി പിടിച്ച ക്ലാസ് മുറികൾ ഹൈടെക് പഠനയിടങ്ങളായി മാറി. സ്മാർട്ട് ബോർഡുകൾ, പ്രൊജക്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇൻ്റർനെറ്റ് സൗകര്യം എന്നിവയെല്ലാം സാധാരണമായി. ശാസ്ത്ര പഠനം ആവേശകരമാക്കാൻ ആധുനിക ഉപകരണങ്ങളുള്ള ലാബുകൾ, വായനയുടെ ലോകം തുറക്കാൻ ഡിജിറ്റൽ സൗകര്യങ്ങളുള്ള ലൈബ്രറികൾ, ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്താൻ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, പോഷകാഹാരം ഉറപ്പാക്കാൻ ആധുനിക അടുക്കളകളും ഡൈനിങ് ഹാളും, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചുറ്റുമതിലുകൾ. ഇങ്ങനെ സമഗ്രമായ മാറ്റമാണ് സംഭവിച്ചത്. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിച്ചു എന്ന് മാത്രമല്ല, പൊതുവിദ്യാലയങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരുത്താനും കൂടുതൽ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കാനും ഇത് സഹായമായി. അക്ഷരങ്ങളുടെ നാട്ടിൽ അറിവിന് പുതിയ തിളക്കം നൽകാൻ കിഫ്ബി പദ്ധതികൾക്ക് സാധിച്ചു. തിരൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. വെട്ടം, പുറത്തൂർ, മംഗലം പഞ്ചായത്തുകളിലെ തീരദേശ ജനതയുടെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കും
കിഫ്ബി വലിയ പിന്തുണ നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മറ്റ് കുട്ടികളെ പോലെ തന്നെ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി ഫിഷറീസ് വകുപ്പ് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കിയ 2 ഘട്ടങ്ങളിലായുള്ള വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ പ്രയോജനം തിരൂർ മണ്ഡലത്തിലെ തീരദേശ സ്കൂളുകൾക്കും ലഭിച്ചു. ആദ്യഘട്ടത്തിൽ 1,81,00,000 രൂപയിൽ 1,41,00,000 രൂപയുടെയും രണ്ടാം ഘട്ടത്തിൽ 5,61,00,000 രൂപയിൽ 4,07,00,000 രൂപയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇതിലൂടെ തീരദേശത്തെ സ്കൂളുകളിൽ പുതിയ ക്ലാസ് മുറികളും ലാബുകളും ലൈബ്രറികളും ടോയ്ലറ്റുകളും നിർമ്മിക്കാൻ സാധിച്ചു. ഇത് ഈ മേഖലയിലെ കുട്ടികളുടെ പഠനത്തിന് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഇവിടെ തീരദേശ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന പദ്ധതി തൊട്ടടുത്ത നിയോജക മണ്ഡലമായ തിരൂരങ്ങാടിയിൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന പരപ്പനങ്ങാടി ഫിഷിംഗ് ഹാർബറാണ്. 112 കോടി രൂപയുടെ ഈ മെഗാ പ്രൊജക്ട് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിന്റെ ഗുണഫലം പരപ്പനങ്ങാടിക്ക് പുറമെ തിരൂർ മണ്ഡലത്തിലെ വെട്ടം, പുറത്തൂർ, മംഗലം തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളിലെ മത്സ്യത്തൊഴിലാളികൾക്കും ലഭിക്കും. കൂടുതൽ വലിയ ബോട്ടുകൾക്ക് സുരക്ഷിതമായി അടുക്കാൻ സാധിക്കുന്നത് മത്സ്യ ലഭ്യത വർദ്ധിപ്പിക്കും. ആധുനിക ലേലപ്പുരകളും മറ്റ് സൗകര്യങ്ങളും മികച്ച വില ഉറപ്പാക്കാൻ സഹായിക്കും. ഐസ് പ്ലാന്റുകൾ, കോൾഡ് സ്റ്റോറേജുകൾ തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങൾക്ക് സാധ്യതയേറും. ഇത് തീരദേശ മേഖലയുടെ ആകെ സാമ്പത്തിക ഉന്നമനത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറും. അതിനാൽ പരപ്പനങ്ങാടി ഹാർബർ തിരൂരിലെ തീരദേശ ജനതയുടെയും വലിയ സ്വപ്നമാണ്. ഇനി നമുക്ക് ആരോഗ്യ സംരക്ഷണ രംഗത്തേക്ക് വരാം. തിരൂർ ജില്ലാ ആശുപത്രിയും മറ്റ് താലൂക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളും ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമാണ്. ഈ ആരോഗ്യ സ്ഥാപനങ്ങളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി സംസ്ഥാന വ്യാപകമായി കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന 2 പ്രധാന പദ്ധതികളുടെ പ്രയോജനം തിരൂരിലെ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഒന്ന്, വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗികളുടെ എണ്ണം കണക്കിലെടുത്ത് അവർക്ക് താങ്ങാവുന്ന ചെലവിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴി 50,96,00,000 രൂപയുടെ ഈ കിഫ്ബി പദ്ധതി സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തിരൂർ ജില്ലാ ആശുപത്രിയിലോ മറ്റ് പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിലോ പുതിയ ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കാനോ നിലവിലുള്ളവ വികസിപ്പിക്കാനോ സാധിക്കും. ഡയാലിസിസിനായി കിലോമീറ്ററുകൾ സഞ്ചരിക്കുകയും ഭാരിച്ച തുക മുടക്കുകയും ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാർക്ക് ഇത് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. രണ്ടാമത്തേത്, കോവിഡ് പോലുള്ള മഹാമാരികൾ നൽകിയ പാഠം ഉൾക്കൊണ്ട് പകർച്ചവ്യാധികളെയും മറ്റ് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളെ സജ്ജമാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതി. ഇത് രോഗവ്യാപനം തടയാനും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മികച്ച ചികിത്സയും നിരീക്ഷണവും ഉറപ്പാക്കാനും ജില്ലാ ആശുപത്രികളിലെ അമിതഭാരം കുറയ്ക്കാനും സഹായിക്കും. പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ട്. തൊട്ടടുത്ത മണ്ഡലമായ തിരൂരങ്ങാടിയിലെ താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിനായി കിഫ്ബി 13,79,00,000 രൂപ അനുവദിച്ചത് തിരൂരിലെ ജനങ്ങൾക്കും ഗുണകരമാകും എന്ന കാര്യവും ഇവിടെ ഓർക്കേണ്ടതാണ്. കാരണം പലപ്പോഴും വിദഗ്ധ ചികിത്സകൾക്കായി ജനങ്ങൾ സമീപത്തുള്ള പ്രധാന ആശുപത്രികളെ ആശ്രയിക്കാറുണ്ട്. ഗതാഗത രംഗത്ത് തിരൂർ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനും വാണിജ്യ കേന്ദ്രവുമായതിനാൽ റോഡ്, റെയിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. തിരൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് വലിയ തോതിൽ പ്രയോജനം ലഭിച്ച ഒരു പ്രധാന കിഫ്ബി പദ്ധതിയാണ് തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചേലരി ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാലം. തിരൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ദേശീയപാത 66 വഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ യാത്രാ സമയം ലാഭിക്കാനും റെയിൽവേ ഗേറ്റിലെ അനിശ്ചിതത്വം ഒഴിവാക്കാനും ഈ മേൽപ്പാലം സഹായിച്ചു. ഇത് തിരൂരിന്റെ വാണിജ്യപരമായ വളർച്ചയ്ക്കും സഹായമാണ്. അതുപോലെ സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലയിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ ലക്ഷ്യമിടുന്ന തീരദേശ ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്.
തിരൂരങ്ങാടി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഇതിൻ്റെ 4ാം റീച്ചിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ അത് ഭാവിയിൽ തിരൂർ മണ്ഡലത്തിലെ തീരദേശ പഞ്ചായത്തുകളായ വെട്ടം, പുറത്തൂർ, മംഗലം എന്നിവയുടെ ഗതാഗത സൗകര്യങ്ങൾക്ക് വലിയ ഉണർവ് നൽകും. തീരദേശ റോഡുകൾ മെച്ചപ്പെടുത്തുന്നത് മത്സ്യബന്ധന മേഖലയുടെ വളർച്ചയ്ക്കും വിനോദസഞ്ചാര വികസനത്തിനും ഗ്രാമീണ മേഖലയുടെ പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണ്. ആധുനിക ലോകത്ത് വിദ്യാസമ്പന്നരായ യുവജനങ്ങൾക്ക് അവരുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കേണ്ടത് നാടിൻ്റെ കടമയാണ്. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്ന വർക്ക് നിയർ ഹോം എന്ന നൂതന ആശയം ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. 27,50,00,000 രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയിലൂടെ തിരൂർ പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വർക്ക് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ തിരൂരിലെ യുവതീ-യുവാക്കൾക്ക് അവരുടെ വീടിന് സമീപം തന്നെ ഇരുന്ന് ആഗോള നിലവാരത്തിലുള്ള കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാനും ഏറ്റവും പുതിയ തൊഴിൽ നൈപുണ്യങ്ങൾ നേടാനും സാധിക്കും. ഇത് ബ്രെയിൻ ഡ്രെയിൻ ഒരു പരിധിവരെ തടയാനും പ്രാദേശികമായി തന്നെ മികച്ച തൊഴിൽ സംസ്കാരം വളർത്താനും സഹായിക്കും. അക്ഷരങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഈ പുണ്യഭൂമിയിലൂടെ തിരൂരിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഈ നാട് എങ്ങനെയാണ് ഭാവിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് നൽകുന്നു. അറിവിൻ്റെ പുതിയ ലോകങ്ങൾ തുറക്കുന്ന നവീകരിച്ച വിദ്യാലയങ്ങൾ, കടലിൻ്റെ മക്കൾക്ക് സുരക്ഷയും ഉപജീവനവും ഉറപ്പാക്കാൻ ഒരുങ്ങുന്ന ഫിഷിംഗ് ഹാർബറിൻ്റെ സാധ്യതകൾ, സാധാരണക്കാരൻ്റെ ആരോഗ്യത്തിന് താങ്ങും തണലുമാകുന്ന പദ്ധതികൾ, യാത്രകൾക്ക് വേഗതയും സുരക്ഷിതത്വവും നൽകുന്ന ഗതാഗത സൗകര്യങ്ങൾ, യുവതലമുറയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന നൈപുണ്യ വികസന തൊഴിൽ പദ്ധതികൾ, ഇങ്ങനെ എല്ലാ സ്പർശ മേഖലകളിലും വികസനത്തിൻ്റെയും പുരോഗതിയുടെയും കയ്യൊപ്പ് ചാർത്താൻ കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നു. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം, ഓരോ പദ്ധതിയും വെറും ഇഷ്ടികയും സിമൻറ്റും യന്ത്രങ്ങളുമല്ല. അത് ഈ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന, അവരുടെ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ ജ്വലിപ്പിക്കുന്ന, അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന സംരംഭങ്ങളാണ്. കൃത്യമായ ആസൂത്രണം, സമയബന്ധിതമായ പൂർത്തീകരണം, സുതാര്യത ഇവയെല്ലാം ഈ വികസന മുന്നേറ്റത്തിൻ്റെ മുഖമുദ്രയാണ്. ഈ വികസന യാത്ര തിരൂരിനെ, മലയാളത്തിൻ്റെ ഈ അഭിമാന ഭൂമികയെ കൂടുതൽ ശോഭനമായ, കൂടുതൽ സമൃദ്ധമായ, കൂടുതൽ പുരോഗമനപരമായ ഒരു ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി നമ്മുടെ യാത്ര ആയുർവേദ ചികിത്സയുടെ ആഗോള തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാംസ്കാരിക പൈതൃകവും വാണിജ്യ പ്രാധാന്യവുമുള്ള മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിലേക്കാണ്. ഇവിടെ പാരമ്പര്യത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക വികസനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എങ്ങനെയാണ് എഴുതപ്പെടുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ കാണാം. കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയും എടയൂർ, ഇരുമ്പിളിയം, മാറക്കര, പൊന്മള, വളാഞ്ചേരി എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കീർത്തി ലോകമെങ്ങും പരന്നു കിടക്കുമ്പോൾ ഈ മണ്ഡലം ആരോഗ്യ ടൂറിസത്തിൻ്റെയും പ്രധാന കേന്ദ്രമാണ്. അതോടൊപ്പം വളർന്നു വരുന്ന പട്ടണങ്ങളും കാർഷിക ഗ്രാമങ്ങളും ഇവിടെയുണ്ട്. ഈ വൈവിധ്യമാർന്ന സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനം ഈ നാടിന് അത്യന്താപേക്ഷിതമാണ്. വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ള ലഭ്യതയിലെ പ്രശ്നങ്ങൾ, പൊതുവിദ്യാലയങ്ങളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം, പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, ഇവയെല്ലാം കോട്ടയ്ക്കൽ നേരിടുന്ന വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും
കോട്ടയ്ക്കലിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കാനുമാണ് സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്ന കിഫ്ബിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസം, ജലവിഭവം, ഗതാഗതം, ആരോഗ്യം, പ്രാദേശിക ഭരണം, നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി സഹായത്തോടെ ഇവിടെ പുരോഗമിക്കുന്നത്. ഈ പദ്ധതികൾ കോട്ടയ്ക്കലിന്റെ മുഖച്ഛായ മാറ്റുന്നതിനൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും സഹായിക്കുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിങ്ങൾ ചോദിച്ചത്. കിഫ്ബി എന്നൊരു സംവിധാനം കേരളത്തിൽ വന്നതുകൊണ്ട് തന്നെ കേരളത്തിലൊട്ടുക്കും രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത് കിഫ്ബി എന്നൊരു സംവിധാനം LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ്. ഇപ്പം നമുക്കറിയാം, നാഷണൽ ഹൈവേ UDF സർക്കാരിൻ്റെ കാലത്ത് നാഷണൽ ഹൈവേ സംവിധാനം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് UDF ഒഴിവാക്കിയ ഒരു സംഭവമാണ് നാഷണൽ ഹൈവേ ഇന്ന് പണി കഴിഞ്ഞ് അത് പ്രവർത്തനത്തിന് ഉദ്ഘാടനത്തിനായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 6,000 കോടി രൂപ കൊടുത്തത് കിഫ്ബിയിൽ നിന്നാണ്. അതുപോലെ കേരളത്തിൻ്റെ ഒരു പുനർജനനത്തിന് വേണ്ടിയിട്ട് കിഫ്ബി എന്നൊരു സംവിധാനത്തിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒട്ടനവധിയാണ്. പറയാൻ കഴിയാത്തതിലും അപ്പുറമാണ് കിഫ്ബി എന്നൊരു ഡെവലപ്മെൻറ്റ് സംവിധാനം ഇവിടെ വന്നതുകൊണ്ട് കേരളത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കൽ മണ്ഡലം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ കോട്ടക്കൽ മുനിസിപ്പൽ കൗൺസിലറാണ്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂള് കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് 3 കോടി രൂപ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു കെട്ടിടം ഇപ്പം അടുത്ത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിളിയം പേർഷനൂർ GSS സ്കൂള് 5 കോടി രൂപയാണ് ആ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ MLA തന്നെ, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആബിദ് ഹുസൈൻ തങ്ങൾ തന്നെ പറയുന്നത് നമ്മൾ ചാനലുകൾക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 250 കോടിയിലധികം രൂപ കോട്ടക്കൽ മണ്ഡലത്തിന് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ്. കിഫ്ബി ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. നിയമസഭയിൽ കിഫ്ബിയെ വളരെ നഖശികാന്തം എതിർക്കുകയും എന്നാൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളതും പിന്നെ അത് ഏത് മേഖലയായാലും, പിന്നെ റോഡാണെങ്കിലും ഇപ്പം ദേശീയപാത, മലയോര പാത, ദേശീയപാത, പിന്നെ വിദ്യാഭ്യാസ മേഖല, പിന്നെ ഇങ്ങനെ പല രീതിയിൽ ഏത് മേഖല നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഉള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുക. ഏതൊരു നാടിൻ്റെയും ഭാവി തലമുറയെ വാർത്തെടുക്കുന്നത് ഇവിടുത്തെ വിദ്യാലയങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബിയിലൂടെ നടപ്പാക്കിയ വലിയ മാറ്റത്തിൻ്റെ ഗുണഫലം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്കും വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകൾ ഈ പദ്ധതികളുടെ ഭാഗമായിട്ടുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നീ സർക്കാർ ഏജൻസികളാണ് ഈ നവീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. എന്താണ് ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കൊണ്ട് സ്കൂളുകളിൽ സംഭവിച്ച മാറ്റം? അത് വെറും ഭൗതിക സൗകര്യങ്ങളുടെ വർധനവ് മാത്രമായിരുന്നില്ല. ആകർഷകമായ പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ഡിജിറ്റൽ സൗകര്യങ്ങളുള്ള ലൈബ്രറികൾ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, മികച്ച അടുക്കളകൾ, ഡൈനിങ് ഹാളുകൾ, സുരക്ഷിതമായ ചുറ്റുമതിലുകൾ ഇവയെല്ലാം യാഥാർത്ഥ്യമായി.
കുട്ടികൾക്ക് പഠിക്കാൻ ലോകോത്തര നിലവാരത്തിലുള്ള അന്തരീക്ഷം നൽകി. പഠനം കൂടുതൽ എളുപ്പവും ആസ്വാദികരവുമാക്കി. പൊതുവിദ്യാലയങ്ങൾ എന്നാൽ സൗകര്യങ്ങൾ കുറഞ്ഞ ഇടങ്ങളല്ല, മറിച്ച് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകുന്ന മികവിൻ്റെ കേന്ദ്രങ്ങളാണെന്ന ആത്മവിശ്വാസം കുട്ടികളിലും രക്ഷിതാക്കളിലും ഒരുപോലെ വളർത്താൻ ഈ കിഫ്ബി പദ്ധതികൾക്ക് സാധിച്ചു. ഇനി നമുക്ക് കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായ ജലലഭ്യതയുടെ കാര്യത്തിലേക്ക് വരാം. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലം ലഭ്യമാക്കുന്നതിനും കിഫ്ബി വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ രംഗത്ത് കോട്ടയ്ക്കൽ മണ്ഡലത്തിന് ലഭിച്ച 2 വലിയ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമാണ്. ഒന്ന്, എടയൂർ പഞ്ചായത്തിൽ പുതിയ സമഗ്ര കുടിവെള്ള പദ്ധതിയും ഇരുമ്പിളിയം പഞ്ചായത്തിലെയും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും നിലവിലുള്ള കുടിവെള്ള പദ്ധതികളുടെ നവീകരണവും ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതിയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 72,16,00,000 രൂപയുടെ ഈ വലിയ പദ്ധതിയാണ് കിഫ്ബി ഫണ്ടോടെ നടപ്പാക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ കാര്യം ഇതിനകം 57,77,00,000 രൂപയുടെ, അതായത് പദ്ധതിയുടെ 80% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നതാണ്. പുതിയ ജലശുദ്ധീകരണശാലകൾ, സംഭരണ ടാങ്കുകൾ, വിതരണ പൈപ്പ് ലൈനുകൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഒരുങ്ങുകയാണ്. ഈ പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ ഈ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്ഥിരമായി ശുദ്ധമായ കുടിവെള്ളം പൈപ്പ് ലൈൻ വഴി ലഭ്യമാകും. വേനൽക്കാലത്ത് രൂക്ഷമാകുന്ന കുടിവെള്ളക്ഷാമത്തിന് ഇത് ശാശ്വത പരിഹാരമാകും. ഇത് പൊതുജനാരോഗ്യ രംഗത്തും വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. രണ്ടാമത്തേത്, കോട്ടയ്ക്കൽ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ കാനാക്കടവിൽ നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. 125,60,00,000 രൂപയുടെ ഈ കൂറ്റൻ പദ്ധതി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ടോടെയാണ് പൂർത്തിയാക്കിയത്. ഇതിനകം 98,10,00,000 രൂപയുടെ, അതായത് 78% പണികൾ കഴിഞ്ഞു. പദ്ധതി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നതോടെ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നോക്കാം. ഒന്ന്, വേനൽക്കാലത്ത് ഭാരതപ്പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നു. ഇത് കുറ്റിപ്പുറം, കോട്ടയ്ക്കൽ, വളാഞ്ചേരി മേഖലകളിലെ കിണറുകളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. 2, കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലസേചന സൗകര്യം മെച്ചപ്പെട്ടു. 3, പുഴയുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പാലം ഗതാഗതത്തിന് സൗകര്യമായി. ഇത് ജലവിഭവ മാനേജ്മെന്റിലും ഗതാഗതത്തിലും ഒരുപോലെ പ്രയോജനകരമായ ഒരു വലിയ പദ്ധതിയാണ്. ഇനി നമുക്ക് ഗതാഗത രംഗത്തേക്ക് വരാം. കോട്ടയ്ക്കലിന്റെ വാണിജ്യ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ മികച്ച റോഡ് സൗകര്യം അനിവാര്യമാണ്. ഈ രംഗത്ത് കോട്ടയ്ക്കൽ മണ്ഡലത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രധാന പദ്ധതിയാണ് കോട്ടയ്ക്കൽ കോട്ടപ്പടി റോഡിന്റെ നവീകരണം. 13-ാം കിലോമീറ്റർ മുതൽ 24-ാം കിലോമീറ്റർ വരെയുള്ള കോട്ടയ്ക്കൽ പട്ടണത്തിലൂടെ കടന്നുപോകുന്ന ഈ പ്രധാന പാതയുടെ നവീകരണത്തിനായി 18,85,00,000 രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഈ പദ്ധതിയുടെ 15,34,00,000 രൂപയുടെ, അതായത് 81% പണികളും പൂർത്തിയായി കഴിഞ്ഞു. റോഡ് വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ BM&BC ടാറിംഗ് നടത്തി നവീകരിച്ചതോടെ ഈ പാതയിലൂടെയുള്ള യാത്ര സുഗമവും വേഗതയേറിയതുമായി. ഇത് കോട്ടയ്ക്കലിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായി. കൂടാതെ മലപ്പുറം, തിരൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാക്കി. ഇത് കോട്ടയ്ക്കലിന്റെ വാണിജ്യ, ആരോഗ്യ, ടൂറിസം മേഖലകൾക്ക് ഏറെ ഗുണകരമാണ്. പ്രാദേശിക ഭരണകൂടങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളും സംവിധാനങ്ങളും അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കിഫ്ബി ഫണ്ടോടെ ഇംപാക്ട് കേരള ലിമിറ്റഡ് വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോട്ടയ്ക്കൽ മണ്ഡലത്തിന് ലഭിച്ച 2 പ്രധാന പദ്ധതികളാണ് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി മാർക്കറ്റ് നവീകരണവും തൊട്ടടുത്തുള്ള വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതും. കോട്ടയ്ക്കൽ മാർക്കറ്റ് നവീകരണം എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. 15,23,00,000 രൂപയുടെ ഈ പദ്ധതിക്ക് കിഫ്ബി ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പഴയതും അസൗകര്യങ്ങൾ നിറഞ്ഞതുമായ മാർക്കറ്റിനു പകരം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ശുചിത്വമുള്ള, കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ സൗകര്യപ്രദമായ ഒരു പുതിയ മാർക്കറ്റ് കോംപ്ലക്സ് നിലവിൽ വരും.
ഇത് കോട്ടയ്ക്കൽ ടൗണിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഒപ്പം പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകും. അതുപോലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി 11,13,00,000 രൂപയുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വളാഞ്ചേരിയിലെ ജനങ്ങൾക്ക് മുനിസിപ്പൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ മികച്ച സൗകര്യങ്ങളോടെ ലഭ്യമാക്കാൻ സഹായിക്കും. ഇത് പ്രാദേശിക ഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. ആരോഗ്യരംഗത്ത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനം കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. ഇത് പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശിക തലത്തിൽ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ സഹായിക്കും. യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ നൈപുണ്യങ്ങൾ നൽകുന്നതിനും നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കിഫ്ബി പദ്ധതിയാണ് വർക്ക് നിയർ ഹോം. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന 27,50,00,000 രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുന്ന വർക്ക് സ്റ്റേഷനുകൾ കോട്ടയ്ക്കലിലെ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടും. ഇത് യുവക്കൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ ഇരുന്ന് ആഗോള നിലവാരത്തിലുള്ള കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും അവസരമൊരുക്കും. ആയുർവേദത്തിന്റെ നാടായ കോട്ടയ്ക്കലിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഈ നാട് എങ്ങനെയാണ് പാരമ്പര്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ ആധുനികതയെ വരവേൽക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ, സമഗ്ര കുടിവെള്ള പദ്ധതികൾ, കാർഷിക സമൃദ്ധിക്ക് കരുത്തേകുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ്, യാത്രകൾ സുഗമമാക്കി നവീകരിച്ച റോഡുകൾ, നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ആധുനിക മാർക്കറ്റുകൾ, കാര്യക്ഷമമായ പ്രാദേശിക ഭരണത്തിന് വഴിയൊരുക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടങ്ങൾ, ശക്തിപ്പെടുത്തുന്ന പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങൾ, യുവജനങ്ങൾക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകുന്ന തൊഴിൽ പദ്ധതികൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും വികസനത്തിന്റെയും പുരോഗതിയുടെയും സ്പർശം എത്തിക്കാൻ കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നു. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം, ഓരോ പദ്ധതിയും അത് കോട്ടയ്ക്കലിലെ ഓരോ പൗരന്റെയും ജീവിതത്തെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്നവയാണ്. മികച്ച വിദ്യാഭ്യാസം, ശുദ്ധജലം, നല്ല റോഡുകൾ, മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ, കാര്യക്ഷമമായ സർക്കാർ സേവനങ്ങൾ, ഇവയെല്ലാം ഒരു നാടിൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള വലിയ പരിശ്രമമാണ് കിഫ്ബി പദ്ധതികളിലൂടെ ഇവിടെ നടക്കുന്നത്. കൃത്യമായ ആസൂത്രണവും കാര്യക്ഷമമായ നിർവഹണവും ഈ വികസന മുന്നേറ്റത്തിന് പിന്നിലുണ്ട്. ഈ വികസന യാത്ര കോട്ടയ്ക്കലിനെ, ആരോഗ്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഈ നാടിനെ കൂടുതൽ ശോഭനമായ, കൂടുതൽ സമൃദ്ധമായ, കൂടുതൽ പുരോഗമനപരമായ ഒരു ഭാവിയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വികസന വീതിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.